തലക്കോട്ടുകര കൈപ്രമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതമാകുന്നു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കുവാനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു. കേച്ചേരി വടക്കാഞ്ചേരി കുന്നംകുളം തൃശൂർ എന്നീ രണ്ട് സംസ്ഥാന ഹൈവേകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡ്. കൈപ്പറമ്പ്, ചൂണ്ടൽ, വേലൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 8 വർഷത്തോളമായി. കുണ്ടും കുഴിയും നിറഞ്ഞ് തകർന്നു തരിപ്പണമായി കിടക്കുന്ന റോഡ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുരിതമാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും സമ്മാനിക്കുന്നത്. സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജും കേരളത്തിലെ പ്രശസ്തമായ ധ്യാന കേന്ദ്രങ്ങളും കിഡ്നി ഡയാലിസിസ് സെന്ററും റോഡ് കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വഴിയിലടഞ്ഞ വിദ്യ കോളേജ്, ഗാഗുട്ട ധ്യാന കേന്ദ്രം, കപ്പൂച്ചിൻ ആശ്രമം, ഓഡിറ്റോറിയങ്ങൾ, ടർഫ്, അതേമാതിരി കിഡ്നി ഹോസ്പിറ്റല്, എപ്പോഴും രോഗികളായിട്ട് വരുന്ന ആംബുലൻസുകൾ, എപ്പോഴും അതേപോലെ വഴി ബ്ലോക്കായിട്ട് വരുന്ന ഒരു ബൈപ്പാസ് വഴി, ഇതൊക്കെ പുറമെ വണ്ടികൾ, ഓട്ടോറിക്ഷകൾ, കൈപ്പുറമേ 10-100 ഓട്ടോറിക്ഷകളുണ്ട്. എല്ലാവരും ഇതുകൂടെ ഗാഗുട്ട് ധ്യാനകേന്ദ്രം കോളേജിന് അത്യാവശ്യമായിട്ട് വരുന്നത് ധൃതിയിൽ വരുമ്പോൾ ഈ വഴി ഇങ്ങനെ അലമ്പായിട്ട് കെടുക്കുക, വണ്ടികൾ യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട്, നമ്മുടെ വണ്ടിക്ക് എന്നും കംപ്ലൈൻറ്റ് വരിക, വണ്ടി വർക്ക്ഷോപ്പിൽ ഓടി തോറ്റു, സ്പെയർ പാർട്സ് കടയിൽ കാശ് കൊടുത്തിട്ട് തോറ്റു. 3 കിലോമീറ്റർ ദൂരത്തിൽ തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പൊതുമരാമത്ത് മന്ത്രിക്കും MLA-ക്കും ത്രിതല പഞ്ചായത്ത് ഭരണാധികാരികൾക്കും നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് പരാതിയുണ്ട്. 1 മാസത്തോളമായി ഇവിടെ ഏതോ ഒരു കോൺട്രാക്ടർ മെറ്റൽ കൊടുന്ന് ഇട്ടിട്ട് സ്ഥിരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്ക് യാത്രക്കാരായാലും മറ്റു വാഹനങ്ങളിൽ സ്ഥിരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ മെറ്റല്. അത് മാറ്റാനും അധികാരികൾ ഇതുവരെ നടപടി എടുത്തിട്ടില്ല. വേലൂർ പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്നതാണ് ഇലക്ട്രിക് പോസ്റ്റ്. ഇതിൽ 4 ഇലക്ട്രിക് പോസ്റ്റും ലൈറ്റുകളില്ല. ഈ കുണ്ടുകുഴിയിൽ രാത്രി കണ്ണ് കാണാണ്ട് കെട്ടിമറിഞ്ഞ് വീഴുന്നവരും ഈ മെറ്റലിൻ്റെ അവിടെ ഒന്നും ലൈറ്റില്ല. ഈ അതിർത്തിയിൽ 2 ലൈറ്റിൻ്റെ കുറവുള്ള അത് വേലൂർ പഞ്ചായത്ത് അധികാരികൾക്ക് ഇടാവുന്നതാണ്. അത് അവരോട് ഇടാനായിട്ട് അധികാരികളെ അറിയിക്കണം. ചില സ്വകാര്യ വ്യക്തികൾ ഈ കാന അടച്ചിട്ട് അവരുടെ പറമ്പിലേക്കുള്ള വഴി മാരി വെട്ടിയിട്ട് വെക്കണം വണ്ടികൾക്ക് കയറാനുള്ള സൗകര്യത്തിന്. അത് ഒരു പ്രധാന തടസ്സമാണ്. ഇതെല്ലാം അധികാരികൾക്ക് ഈ റോഡിൻ്റെ കാര്യം, ഈ സംഭവങ്ങളെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാവണം എന്നാണ് ആവശ്യം. റോഡരികിലെ കോൺക്രീറ്റ് കാനകൾ സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തിയതിനാൽ മഴ പെയ്താൽ റോഡിലൂടെ വെള്ളമൊഴുകി കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയാകും. ഇതിനു പുറമെ റോഡിൽ മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. മറ്റേതോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് റോഡിൽ മെറ്റൽ കൂമ്പാരമാക്കിയിട്ടുള്ളത്. ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് അധികൃതർക്കും പോലീസിനും പരാതി നൽകിയിട്ടും മെറ്റൽ നീക്കം ചെയ്യുവാനുള്ള നടപടി കൈക്കൊള്ളുന്നില്ലെന്നും ആക്ഷേപമുണ്ട്.